വ്യൂവേഴ്സ് എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന എല്ലാ സ്ത്രീകളും മസ്റ്റായിട്ട് ഫോളോ ചെയ്യേണ്ട ഒരു 5 കാര്യങ്ങളെ പറ്റിയിട്ടാണ്. പ്രഗ്നൻസിയിൽ സ്പേം നമ്മളുടെ അകത്തേക്ക് ശരീരത്തിലോട്ട് പ്രവേശിക്കുന്ന ഒരു കവാടം എന്ന് പറയുന്നത് നമ്മുടെ വജൈനയാണ്. അപ്പോൾ ആ ഒരു വജൈനൽ ഏരിയ നമ്മൾ അത്രമാത്രം ഹെൽത്തി ആയിട്ടും ക്ലീൻ ആയിട്ടും ഒക്കെ സൂക്ഷിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഒരു സ്പേം സെൽസിന് കൃത്യമായിട്ട് നമ്മുടെ ശരീരത്തിലോട്ട് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ. വജൈനൽ pH എല്ലാത്തിനെയും അപേക്ഷിച്ചിട്ട് വളരെയധികം അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു ഘടകമാണ്. നമ്മുടെ യൂട്രസ്, നമ്മുടെ ഓവറീസ്, ഇതെല്ലാം നല്ല രീതിയിൽ വർക്ക് ചെയ്താൽ നമ്മൾ പ്രഗ്നൻ്റ് ആകൂ എന്നുള്ള പോലെ തന്നെ നമ്മുടെ വജൈനയുടെയും pH വാല്യൂ കൃത്യമായിട്ട് നല്ല രീതിയിൽ നിന്ന് കഴിഞ്ഞാൽ മാത്രമേ സ്പേമിന് അകത്തേക്ക് കടക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മുടെ വജൈനയിലെ pH ബാലൻസ് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മളുടെ ശരീരത്തിലോട്ട് എത്തുന്ന സ്പേം സെൽസിനെ നശിച്ചു പോകുന്നതിന് കാരണമാകുന്നു. അപ്പോൾ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന എല്ലാവരും തന്നെ ഈ ഒരു 5 പോയിന്റ്സ് കൃത്യമായിട്ട് ഫോളോ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കാരണം നമ്മൾ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ എപ്പോഴും ഫോളോ ചെയ്യുന്ന കുറച്ച് മിസ്റ്റേക്സ് ആണ് ഞാനിവിടെ റെക്ടിഫൈ ചെയ്യാനായിട്ട് നിങ്ങളോട് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ വജൈനൽ ഏരിയ സോപ്പ് ഉപയോഗിച്ച് കഴുകുന്നത് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. ഒട്ടുമിക്ക എല്ലാവരും തന്നെ ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണിത്. നമ്മുടെ വജൈനൽ ഏരിയ ഫ്രാഗ്രൻസ് കൂടിയിട്ടുള്ള സോപ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ ക്ലീൻ ചെയ്യുമ്പോഴേക്കും അത് നമ്മുടെ വജൈനൽ ഏരിയയെ കൂടുതൽ പ്രശ്നത്തിലോട്ട് എത്തിക്കുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മുടെ ആ വജൈനൽ ഏരിയയിൽ ഒരു സെൻസിറ്റിവിറ്റി നമ്മൾ ആ ഒരു സമയത്ത് സോപ്പ് ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യുമ്പോൾ അത് നശിച്ചു പോകുന്നതിന് കാരണമാകുന്നു. അവിടെയുള്ള നല്ല ബാക്ടീരിയാസ് നശിച്ചു പോകുന്നതിന് കാരണമാകുന്നു. പ്രധാനമായിട്ടും ഫിസിക്കൽ കോണ്ടാക്റ്റ് ഒക്കെ കഴിയുന്ന സമയങ്ങളിൽ നമ്മൾ ആ ഒരു കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വജൈനൽ ഏരിയ ക്ലീൻ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ യൂറിനേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്യുന്ന സിറ്റുവേഷനിലും ഒക്കെ നമ്മൾ കൂടുതലായിട്ടും ഫ്രാഗ്രൻസ് കൂടിയിട്ടുള്ള സോപ്പ് ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യാറുണ്ട്. നോർമലി നമ്മുടെ വജൈനയിലെ ക്ലീനിങ് പ്രോസസ്സ് നടത്താറുണ്ട്. വജൈന തന്നെയാണ് വജൈനൽ ഏരിയനെ ക്ലീൻ ചെയ്യുന്നത് ഇൻ ദ ഫോം ഓഫ് വജൈനൽ ഡിസ്ചാർജ്. അതല്ലാതെ നമ്മൾ വജൈനയ്ക്ക് ചുറ്റുമുള്ള ആ ഒരു സ്കിൻ ഏരിയ ക്ലീൻ ചെയ്യേണ്ടത് ഒരു നേർത്ത, അതായത് അനത്ത ഒരു ചൂടുവെള്ളം അടിച്ചിട്ട് വേണം നമ്മൾ ക്ലീൻ ചെയ്യാൻ. അതല്ലെങ്കിൽ ഫ്രാഗ്രൻസ് കുറഞ്ഞിട്ടുള്ള മൈൽഡ് ആയിട്ടുള്ള സോപ്പ് ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ ക്ലീൻ ചെയ്യാനായിട്ട്. ഓവറായിട്ട് സോപ്പ് ഇട്ട് നല്ലതുപോലെ കയ്യിലിട്ട് പതത്തി വജൈനൽ ഏരിയ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അത് വജൈനൽ ഏരിയയ്ക്ക് ദോഷമായിട്ട് ബാധിക്കും. വജൈനയിലെ pH ബാലൻസിനെ അഫക്റ്റ് ചെയ്യും. ഇതുമൂലം ശരീരത്തിലോട്ട് സ്പേം എത്തുന്നത് പ്രിവെൻറ്റ് ചെയ്യുന്നതിനും അത് കാരണമാകുന്നു. ഇനി രണ്ടാമത്തത്, നമ്മൾ യൂറിനേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വജൈനൽ ഏരിയ ക്ലീൻ ചെയ്യാത്തത്. മിക്ക ആളുകൾ ക്ലീൻ ചെയ്യുന്നുണ്ടെങ്കിൽ മറ്റു ചില ആളുകൾ അവരുടെ സിറ്റുവേഷൻസ് കൊണ്ടിട്ടോ അല്ലെങ്കിൽ പരിമിതികൾ കൊണ്ടിട്ടോ യൂറിനേറ്റ് ചെയ്യുന്ന ഓരോ സമയത്തും വജൈനൽ ഏരിയ ക്ലീൻ ചെയ്യാൻ പറ്റാതെ വരുന്നു. ജോലിക്ക് പോകുന്നവർക്കൊക്കെ ആണെങ്കിൽ, ഇപ്പോൾ വീട്ടിൽ നമ്മൾ നിൽക്കുന്ന സ്ത്രീകൾക്ക് അങ്ങനെ ക്ലീൻ ചെയ്യാനൊക്കെയുള്ള സമയം കിട്ടും. പക്ഷേ ജോലിക്ക് പോകുന്നവർക്ക് അവരുടേതായിട്ടുള്ള ഒരു കംഫർട്ട് സോൺ അവിടെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. വജൈനൽ ഏരിയ കൃത്യമായിട്ട് ക്ലീൻ ചെയ്തിട്ട് ഒരുപാട് വെള്ളം അവിടെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വജൈനൽ ഏരിയയിൽ കുഞ്ഞു അതായത് വൈറ്റ് കളറിലുള്ള എന്താ പറയുക, ഡോക്ടേഴ്സൊക്കെ പറയും നമ്മളിപ്പോൾ പൂപ്പൽ വരില്ലേ, എന്തെങ്കിലും ഒരു ഭക്ഷണത്തിലൊരു പൂപ്പൽ വരുന്നത് പോലെയുള്ള ഒരു സിറ്റുവേഷനിൽ വജൈനൽ ഏരിയയിൽ ചുറ്റും ഇങ്ങനെ ഒരു വൈറ്റ് കളറിൽ ഇങ്ങനെ പാച്ചസ് പോലെ വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ വജൈനൽ ഏരിയ ക്ലീൻ ചെയ്യുന്നതോടൊപ്പം തന്നെ, വെള്ളം ഒഴിച്ച് നമ്മൾ വജൈനൽ ഏരിയ ക്ലീൻ ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ ആ വജൈനൽ ഏരിയ വെള്ളവും കൂടി ഒപ്പിക്കളയണം. ഈ വെള്ളം ഒപ്പിക്കളഞ്ഞിട്ടില്ല എങ്കിൽ നമുക്കറിയാം, നമ്മൾ ആ ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മൾ അണ്ടർ ഗാർമെൻറ്റ്സ് ഇടുന്നു. വജൈനൽ ഏരിയ നമ്മളിപ്പോൾ കുറച്ചങ്ങോട്ട് ഒരു എന്താ പറയുക, ഒരു എയർ പാസേജ് ഇല്ലാതെ ടൈറ്റ് ആയിട്ടിരിക്കുന്ന ഒരു ഏരിയ ആണല്ലോ അത്. ആ ഒരു ഏരിയയിലോട്ട് കുറേയും കൂടി വെള്ളം ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റാഷസ് പോലെയുള്ള ഇൻഫെക്ഷനൊക്കെ വരും. അതുപോലെ ഇപ്പോൾ ഡോക്ടേഴ്സ് പറയുന്നത് പോലെ ഈ പൂപ്പലെന്ന് അങ്ങനെ പറയാം കേട്ടോ. പൂപ്പൽ പോലെയുള്ള നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ഭക്ഷണ പദാർത്ഥത്തിൽ പൂപ്പൽ വരുമ്പോൾ നമുക്കറിയാൻ പറ്റില്ല. വൈറ്റ് കളറിലുള്ള ഒരു സാധനം നമ്മുടെ ആ ഒരു യൂറിനേറ്റ് ചെയ്യുന്ന ഭാഗത്തൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നതായിട്ടൊക്കെ തോന്നും. അപ്പോൾ ക്ലീൻ ചെയ്യുന്ന സമയങ്ങളിൽ നമ്മൾ വജൈനൽ ഏരിയ ക്ലീൻ ചെയ്യുക, യൂറിനേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്യുക. ക്ലീൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ വെള്ളം ഒന്ന് ഒപ്പിക്കളയാനായിട്ടും ശ്രദ്ധിക്കുക കേട്ടോ. കൂടുതലും ആ വെള്ളത്തിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കരുത് കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, മോഷൻ ക്ലീൻ ചെയ്തിട്ടുള്ള കൈ വെച്ചിട്ട് വജൈനൽ ഏരിയ ക്ലീൻ ചെയ്യാതിരിക്കുക. പലരും തന്നെ അറിയാതെ ചെയ്തു പോകുന്ന ഒരു മിസ്റ്റേക്കാണിത്. ഈ ഓരോ കമൻസ് ഇടുമ്പോഴും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾ ചെയ്യുന്ന കാര്യമല്ല ഇത്, ചേച്ചി എന്തൊക്കെയാണ് പറയുന്നതെന്ന് വിചാരിക്കരുത് കേട്ടോ. ഇപ്പോൾ 100 പേര് ഈ വീഡിയോ കേൾക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരാൾ ആ മിസ്റ്റേക്ക് ചെയ്യുന്നുണ്ടാകും. അയാൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ പറയുന്നത്. അങ്ങനെ നിങ്ങൾ ശ്രദ്ധിക്കുക. പലരും എന്നോട് ചാനലിൽ പറയാറുണ്ട്, ഇത് പറഞ്ഞ കാര്യം തന്നെ അല്ലേ ചേച്ചി പറയുന്നതെന്ന്. ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ആ വീഡിയോ എൻ്റെ ചാനൽ ഫോളോ ചെയ്യുന്ന ഒരാളെ അല്ല. ഒന്നും അറിയാതെ എന്താണ് ഈ ചാനൽ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ എന്താണ് ഓവുലേഷൻ എന്ന് കണ്ട് വരുന്ന ഒരാളെയാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നവർക്ക് വേണ്ടിയിട്ടല്ല ഞാൻ വീഡിയോ ഇടുന്നത്. അതും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. മോഷൻ പാസ് ചെയ്ത് കൈ വെച്ചിട്ട് നമ്മൾ ഫ്രണ്ടിലെ വജൈനൽ ഏരിയ ക്ലീൻ ചെയ്യാതിരിക്കുക. മോഷൻ പാസ് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ ആ ഒരു സമയത്തായിരിക്കും നമ്മൾ യൂറിനേറ്റ് ചെയ്യുന്നത്. യൂറിനേറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മൾ ആ ഒരു ഏരിയയും ചിലപ്പോൾ ആ മോഷൻ പാസ് ചെയ്തിട്ടുള്ള ആ സെയിം കൈ വെച്ചിട്ട് തന്നെ നമ്മൾ ആ ഒരു ഏരിയയും സെയിം ആ ഫിംഗർ വെച്ചിട്ടൊക്കെ തന്നെ നമ്മൾ ആ ഒരു ഏരിയയും ക്ലീൻ ചെയ്യുന്നുണ്ടാകും. ചിലപ്പോൾ യൂറിനേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അറിയാതെ തന്നെ ക്ലീൻ ആയി പോകുന്നതായിരിക്കും.
ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും വജൈനൽ ഡിസ്ചാർജ് കാണുമ്പോൾ അത് ജസ്റ്റ് ഇങ്ങനെ ക്ലീൻ ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. എന്നിരുന്നാൽ കൂടെ തന്നെയും മോഷൻ പാസ് ചെയ്ത് കഴിയുമ്പോഴേക്കും അവിടെ ബാക്ടീരിയാസ് ഉണ്ടാകും. ഈ ബാക്ടീരിയാസ് ഉണ്ടാകുന്ന ആ ഒരു ഏരിയ നമ്മൾ സോപ്പ് ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കൈ സോപ്പ് ഉപയോഗിച്ചിട്ട് കഴുകിയതിന് ശേഷം മാത്രമേ വജൈനൽ ഏരിയയിൽ നിങ്ങൾ ക്ലീൻ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ അത് ഇൻഫെക്ഷൻസിന് കാരണമാകും. അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇൻ്റർകോഴ്സ് കഴിഞ്ഞിട്ട് ഒരു 50 മിനിറ്റ്സ് കഴിഞ്ഞിട്ടേ വജൈനൽ ഏരിയ ക്ലീൻ ചെയ്യാനായിട്ട് പാടുള്ളൂ. ഇൻ്റർകോഴ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു സമയങ്ങളിൽ നമുക്ക് എന്തെങ്കിലും ഒരു സ്പേം സെൽസ് പുറത്തേക്ക് വരുന്നതൊന്ന് പ്രിവെൻറ്റ് ചെയ്യാനായിട്ടാണ് ഒരു 50 മിനിറ്റ്സ് നിങ്ങൾ ബെഡിൽ അതേ പൊസിഷനിൽ അങ്ങോട്ട് കിടക്കാനായിട്ട് പറയുന്നത്. പക്ഷേ നമ്മൾ ആ കൃത്യസമയത്ത് അങ്ങനെ ആ ഒരു സമയത്ത് കിടക്കുന്നതിന് മുൻപ് തന്നെ നമ്മൾ ഓടിപ്പോയിട്ട് വജൈനൽ ഏരിയ സോപ്പ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ വെള്ളം നമ്മൾ ഹാൻഡ് ഷവർ ഉപയോഗിച്ചിട്ട് വെള്ളം നല്ലപോലെ അടിച്ചങ്ങോട്ട് കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്പേം പുറത്തേക്ക് വരുന്നതിന് അത് കാരണമാകുന്നു. എല്ലാവർക്കും നല്ല ഹസിന് സ്പേമിൻ്റെ മോട്ടിലിറ്റി കുറവുള്ളവർക്കോ അല്ലെങ്കിൽ ഹസിന് സ്പേമിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർക്കോ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. അങ്ങനെയുള്ളവർ ഒരു 50 മിനിറ്റ്സ് വരെ ബെഡിൽ കിടന്നതിന് ശേഷം മാത്രം 50 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾ വജൈനൽ ഏരിയ ക്ലീൻ ചെയ്യുക കേട്ടോ. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ സ്പേം പുറത്തേക്ക് വരുന്നത് പ്രിവെൻറ്റ് ചെയ്യുന്നതിന്, സ്പേമിന് എന്തെങ്കിലും കാര്യങ്ങളോട് നശിച്ചു പോകുന്നത് ആ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നത് പ്രിവെൻറ്റ് ചെയ്യുന്നതിനും ഇത് സഹായിക്കുകയുള്ളൂ കേട്ടോ. അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ വജൈനൽ ഏരിയയിൽ ഹെയർ വരാറുണ്ട്. നമ്മൾ പ്യൂബിക് ഹെയർ എന്നാണ് പറയുന്നത്. ആ ഒരു ഹെയർ നമുക്ക് വരുമ്പോഴേക്കും കുറച്ചത് അങ്ങോട്ട് വളർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടാകും. അങ്ങനെ വരുമ്പോഴേക്കും പലരും ചെയ്യുന്നൊരു കാര്യമാണ് കട്ട് ചെയ്ത് കളയുക, അല്ലെങ്കിൽ ഷേവ് ചെയ്ത് കളയുക, ട്രിം ചെയ്ത് കളയുക. ചുരുക്കം ചില ആളുകൾ മാത്രം വാക്സിൻ ചെയ്യാറുണ്ട്. നമ്മുടെ കാലിലെ രോമം കളയുന്നതും കാലിലെയും കയ്യിലെ രോമം കളയുന്നത് പോലെ വാക്സിൻ ചെയ്തിട്ട് അവിടെയുള്ള രോമങ്ങൾ മൊത്തം കളയാറുണ്ട്. നിങ്ങൾ ഒരിക്കലും ഈ ഒരു കാര്യം ചെയ്യരുത് കേട്ടോ. നമ്മുടെ വജൈനൽ ഏരിയനെ നല്ലതുപോലെ ഹെൽത്തി ആയിട്ട് കീപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഒരു പ്യൂബിക് ഹെയർ നമുക്ക് ആ ഒരു സറൗണ്ടിങ്സിൽ ഉള്ളത്. അതിനെ റൂട്ട് ഉൾപ്പെടെ നമ്മൾ കളഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു സിറ്റുവേഷൻ നമുക്ക് ഇൻഫെക്ഷൻസ് ഉണ്ടാകുന്നതിനും അവിടെയുള്ള ടെമ്പറേച്ചറിന് ഇംബാലൻസസ് ഉണ്ടാകുന്നതിനും കാരണമാകുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ വജൈനൽ ഏരിയ ആ ഒരു ഭാഗത്തെ ഹെയർ കംപ്ലീറ്റ് ആയിട്ട് ആ റൂട്ടിൽ നിന്ന് തന്നെ പിഴുതെടുക്കുന്നത് പോലെ നമ്മൾ ക്ലീൻ ചെയ്യരുത്. എന്തെങ്കിലും സിറ്റുവേഷൻസ് വരുമ്പോൾ, അതായത് നമുക്കിപ്പോൾ എന്തെങ്കിലും സർജറി പോലെയുള്ള സിറ്റുവേഷൻസ് വരുമ്പോഴാണ് ഡോക്ടേഴ്സ് നമുക്ക് ആ ഒരു ഏരിയ നമ്മളോട് ഷേവ് ചെയ്യാനായിട്ട് പറയുന്നത്. ഈ ഷേവ് ചെയ്യാന്ന് പറയുന്നത് അവർ റൂട്ടിൽ നിന്നല്ല കളയുന്നത്. സാധാ ഒരു ഷേവിംഗ് സെറ്റ് വെച്ചിട്ട് അവരങ്ങോട്ട് ഷേവ് ചെയ്ത് ക്ലിയർ ചെയ്ത് കളയാറാണ് പതിവ്. നമുക്ക് എന്തെങ്കിലും സിസേറിയൻ പോലുള്ള സർജറീസ് വരുമ്പോഴോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സർജറീസ് നമുക്ക് ആ ലോവർ അബ്ഡമൻ ഭാഗത്ത് വരുമ്പോഴാണ് ആ ഒരു ഭാഗം കൃത്യമായിട്ട് ക്ലിയർ ചെയ്യാനായിട്ട് പറയുന്നത് കേട്ടോ. പ്രൊഡക്ട്സും അമിതമായിട്ട് ഉപയോഗിക്കാതിരിക്കുക. നമ്മുടെ വജൈനയെ ക്ലീൻ ചെയ്യുന്നുണ്ട്. ആ ഒരു പ്രോസസ്സ് അവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് വജൈനൽ ഡിസ്ചാർജുകൾ ഉണ്ടാവുന്നത്. നേരെ മറിച്ച് നമ്മൾ വജൈനയ്ക്ക് ചുറ്റുമുള്ള ആ ഒരു ഏരിയ നിങ്ങൾക്ക് അനത്തൊരു ചൂടുവെള്ളം വെച്ചിട്ട് നിങ്ങൾക്ക് ഇടയ്ക്കൊന്ന് വൃത്തിയാക്കി കൊടുക്കാം. അപ്പോൾ അവിടെ വേറെ നമുക്ക് ചൊറിച്ചിൽ പോലുള്ള പ്രശ്നങ്ങൾ വരുന്നത് പ്രിവെൻറ്റ് ചെയ്യുന്നതിന് അത് കാരണമാകും. ചിലവരൊക്കെ എന്ന് പറയുന്നത് ഡെറ്റോൾ ഉപയോഗിച്ചിട്ട് അവിടെ ക്ലീൻ ചെയ്യാറുണ്ട്. ഡെറ്റോൾ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഡോസിൽ ഡെറ്റോൾ അങ്ങോട്ട് അപ്ലൈ ചെയ്തിട്ടാണ് അങ്ങോട്ട് നമ്മുടെ ആ ഒരു ഏരിയ ക്ലീൻ ചെയ്യുന്നത്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത് കേട്ടോ. അതെല്ലാം നിങ്ങൾ പ്രഗ്നൻ്റ് ആകുന്നതിനെ ഹാർംഫുള്ളി തന്നെ അഫക്റ്റ് ചെയ്യും കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ്
കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.